ആദ്യം തന്നെ മാറ്റി ചോദിക്കുകയാണ്. 11 മണി 12 പോയി. ഇപ്പൊ സമയം നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല. അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ആൾക്കാർ വന്നാലും നോന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് പലരും വഴിയിൽ തടഞ്ഞു നിർത്തും. വീടിന്റെ മുമ്പിൽ അപ്പോയിന്റ്മെന്റ് ഇല്ലാണ്ട് വരൊക്കെ ചെയ്യുമ്പോൾ 1-2 മണിക്കൂർ വൈകിയാണ് വണ്ടി ഓടുന്നത്. പിന്നെ ഇത് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് കാണുന്ന. ഒരു വീട് നിന്ന് കത്തുന്ന സീൻ കണ്ടപ്പോൾ പെട്ടെന്ന് സാധാരണ ഇങ്ങനെ ഓടിച്ചു പോവുകയാണ്. കണ്ടപ്പോൾ ഒന്ന് നോക്കുമ്പോ അതിന്റെ മോളുടെ കരച്ചിലും കാര്യങ്ങളും ഒക്കെ കാണുമ്പോ വീട് നഷ്ടപ്പെട്ടു, കത്തിപ്പോയി. നോക്കുമ്പോ എന്നെ വല്ലാണ്ട് ഒരുപാട് ഇങ്ങനത്തെ കേസുകൾ വരും. എല്ലാം നമുക്ക് ഇടപെടാൻ പറ്റില്ല. 7000-ൽ കൂടുതൽ അപേക്ഷകളാണ് എനിക്കുള്ളത്. 5000 കോടി ഉണ്ടെങ്കിൽ മതിയാവില്ല കണക്കൂട്ടി നോക്കിയപ്പോ. ദിവസേന ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ പറ്റാവുന്നത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ ഈ മോള് ആയിഷ മോള് കക്കൂസയിൽ കിടന്നുറങ്ങുന്ന രംഗമാണ് കാണിച്ചത്. ഞാൻ എന്റെ മോളെ ആലോചിച്ചു പോയി. എന്റെ മോളാണ് ഈ സ്ഥാനത്ത് ഒരു കക്കൂസയിൽ കിടന്നുറങ്ങേണ്ട ഒരു ഗതി വന്നിരുന്നെങ്കിൽ എന്ന് പോയപ്പോഴാണ് നമുക്ക് ആ ഒരു ഇമേജിൻ ചെയ്തപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു വിഷമം മനസ്സിലായത്. ഉടൻ വിളിച്ചു അവര്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വീട് അവിടെ വെച്ച് തരാം എന്ന് പറയുകയാണ് ഉണ്ടായത്. അപ്പൊ ഇനി ഇതില് വേറൊരു കാര്യമുള്ളത്, എനിക്ക് ഇത് വീട് പണി ഞാൻ ഏറ്റെടുക്കുന്നില്ല. 7.5 ലക്ഷം രൂപ ഇപ്പൊ തന്നെ ചെക്ക് കൊടുത്തു. പൈസയും റൊക്കം കൊടുക്കുകയാണ്. സമയത്ത് തീർക്കാൻ സന്തോഷ് കുണ്ട്ര ഏറ്റിട്ടുണ്ട്. പിന്നെ ഇവിടെ MLA-യും വില്ലേജ് ഓഫീസർ എല്ലാവരും ഉണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇതിൽ ഈ ഉത്തരവാദിത്തത്തിൽ മാത്രം എനിക്ക് പങ്കില്ല. കാരണം ഒന്നല്ല, ഇത് നാട്ടിലാവുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ എവിടെയെങ്കിലും എടുക്കുന്ന ഉത്തരവാദിത്തം ഇല്ലാത്തവനായ ഞാൻ ഈ തിരക്കിന്റെ ഇടയിൽ ഇത് വന്ന് പണി തീർത്ത് കൊടുക്കലൊക്കെ സമയം വൈകി പോകും. മാത്രമല്ല ചില പണികൾ കിട്ടാറുണ്ട്. അതിനുശേഷം ഇപ്പൊ ഇങ്ങനെയാണ്, പണിയിച്ച് കൊടുക്കുന്നതിന് വരാൻ കാശ് കൊടുത്ത് അവിടെ ഉത്തരവാദിത്തമുള്ളവരെ ഏൽപ്പിക്കുകയാണ്. അത് നെയ്യാറ്റിൻകര വലിയൊരു അപകടം ഉണ്ടായി. ഒരു ഭാര്യയും ഭർത്താവും അല്ലെ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു. അതിന്റെ റിയൽ സ്റ്റോറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. അവിടെ ഞാനൊരു കുറ്റവാളി, ഒരു ഉടായ്പുകാരനായി മാറി. ഞാനും ആ സ്ഥലത്തിന്റെ ഉടമ ആ സ്ത്രീയുമായി 50,000 രൂപ കൊടുത്ത് എഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ച് പുളതുണ്ട്. ആ സ്ഥലം ബാക്കി പൈസ കൊടുത്ത് വാങ്ങി അവിടെ ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റു. പിന്നെ അത് നോക്കുമ്പോ എന്താ സ്ഥിതി എന്ന് വെച്ചാല്, ഈ ആത്മഹത്യ ചെയ്ത ആ ദമ്പതികള് മറ്റൊരു സ്ത്രീയുടെ സ്ഥലത്ത് അതിക്രമിച്ച് കയറി അവിടെ താമസമാക്കിയതാണെന്നും അതിന്റെ ചില കേസും കാര്യങ്ങളും ഉണ്ടെന്നും ഒക്കെ മനസ്സിലായതുകൊണ്ട് അതൊക്കെ തീർത്തെടുത്ത് കോടതി വഴി നല്ല രീതിയിൽ നാളെ ഇനി അവിടുന്ന് അവർക്ക് ഇറങ്ങണ്ടാവാത്ത ലീഗലായിട്ട് നല്ല രീതിയിൽ പണിത് കൊടുക്കാൻ നോക്കുമ്പോ ഒരു 6 months to 1 year എടുക്കും. അപ്പൊ ഞാൻ അവരെ അറിയിച്ചു, കുറച്ച് വെയിറ്റ് ചെയ്തോളൂ, അതുവരെ വേണമെങ്കിൽ എന്റെ ഫ്ലാറ്റിൽ വന്ന് താമസിച്ചോളൂ എന്ന് പിള്ളേരോട് പറഞ്ഞു. പിള്ളേര് വന്നില്ല. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തെ സീൻ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കാണുകയാണ്. ഈ പിള്ളേര് പറയാണ്, ബോച്ചയെ പറ്റിച്ചു, ബോച്ചയെ വീട് വെച്ച് തരാന്ന് പറഞ്ഞു. വീട് വെച്ച് തന്നില്ല. എന്തായി? 1 വർഷമെങ്കിലും എടുക്കും കോടതി ക്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാനായിട്ട്. നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടെ കൊടുക്കണ്ടേ. പബ്ലിസിറ്റി മാത്രമല്ല, പബ്ലിസിറ്റി കിട്ടും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനൊപ്പം ചെയ്യുന്നത് ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടെ കൊടുക്കണം എന്ന് ഓർത്തിട്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ എന്താ ഉണ്ടാവാൻ പോണെന്ന് വെച്ചാൽ, വക്കീല് പറഞ്ഞത് എന്നോടും ഇതിന്റെ ഉടമയായ സ്ത്രീയോടും കൂടെ കേസ് കൊടുക്കാനും ഈ കുട്ടികളെ അവിടെ നിന്ന് ഇറക്കാനുമാണ് പറഞ്ഞത്. അങ്ങനെ വന്നാൽ ദമ്പതികൾ ചെയ്ത അതേ അവസ്ഥയിൽ ഇവരെത്തും. നാളെ പോലീസ് വന്ന് ഇവരെ ഇറക്കാൻ വരുമ്പോ ഇവര് വീണ്ടും പെട്രോൾ എടുത്തൊഴിച്ചിട്ട് ആത്മഹത്യ ഭീഷണി മുഴക്കേണ്ടി വരും. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് അതിന്റെ ആവശ്യമില്ല, എനിക്ക് അവരെ ഉപദ്രവിക്കാനൊന്നുമില്ല. വേറൊരു പാർട്ടി അവിടെ വന്ന് ഏതാനും ആഴ്ചകൾ കൊണ്ട് പെട്ടെന്ന് ഒരു ചെറിയ വീട് തട്ടിക്കൂട്ടിയോടെ അതിൽ താമസിക്കുന്നുണ്ട്. അതിന് രേഖകളോ നിയമങ്ങളോ ഒന്നുമില്ല. പഴയ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും അവർക്ക് അത് അങ്ങനെ ആയി, അവർ സഹായമായി അവർ താമസിക്കുന്നുണ്ട്. നിയമങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടന്നോട്ടെ. അപ്പൊ ഇതിൽ അങ്ങനെ ഒരു അപകടം ഉണ്ടായി. ബോച്ച എന്ത് ചെയ്താലും അവസാനം ഉടായ്പുകാരനായി മാറുന്ന അവസ്ഥയാണ്. അത് പിന്നെ നമുക്ക് പ്രശ്നമല്ല. ഈ നെഗറ്റീവ് കേട്ട് അതൊരു ശീലമായി. മാത്രമല്ല എന്റെ ഒരു വീക്ക്നെസ് ആണ് നെഗറ്റീവ് പറയുമ്പോ അത് കേൾക്കാനും അത് പോസിറ്റീവ് ആക്കാനും ഒക്കെ. പിന്നെ സത്യം ഇത്തിരി വൈകിയായാലും പുറത്തേക്ക് വരും. അത് പ്രകൃതി നിയമമാണ്. എല്ലാ കാലം അത് മൂടി വെക്കാൻ പറ്റില്ല. ഞാൻ എന്റെ കർമ്മത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ എന്റെ മനസാക്ഷിയോട് കേൾക്കുമ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടും. അതാണ് എന്റെ സന്തോഷം, സംതൃപ്തി ഒക്കെ. എല്ലാവരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ബോധിപ്പിക്കാൻ ഇന്ന് ലോകത്ത് ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്തൊക്കെ ചെയ്താൽ. അതുകൊണ്ടാണ് ഇപ്പോ അത് ഒന്ന് MLA-യും വില്ലേജ് ഓഫീസറൊക്കെ ഒന്ന് നിന്നിട്ട് കോൺട്രാക്ട് ഒന്ന് എനിക്ക് തന്നാല് ഈ സാധനം കൊണ്ട് ഞാൻ അവിടെ ഏൽപ്പിക്കുകയാണ് ഈ ഉത്തരവാദിത്വം. ചെക്ക് അവർക്ക് കൊടുത്തല്ലോ അല്ലേ? ഒന്ന് കയറിയോ? ചെക്കും കൂടെ മൈക്കൊരു കയ്യിലൊന്ന് പിടിക്കുന്നു.
ഇതൊക്കെ ഏൽപ്പിക്കുകയാണ്. ഈ നാട്ടില് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നാളെ പണി തീർന്നില്ല എന്ന് പറഞ്ഞ് വേറെ സോഷ്യൽ മീഡിയ വന്ന് മോളെ ഐഷ മോളെ ബോച്ച വന്നോ, ആ വന്നോ, വീട് വെച്ച് തരാന്ന് പറഞ്ഞാ വെച്ച് തന്നോ ഇല്ല ബോച്ച കള്ളൻ എന്ന് പറയല്ലേ. എന്നാലും ഇതൊക്കെ കഴിഞ്ഞാൽ എന്നെ പറയുള്ളൂ. സാർ ഞങ്ങൾ സഹിച്ചു, എന്നാലും ഒരു പ്രൂഫ് കിടക്കട്ടെ. ഓക്കെ, പിന്നെ ഇത്രയും തിരക്കിലും ബഹുമാനപ്പെട്ട MLA ഇത്ര തിരക്കുണ്ടായിട്ട് ഇതിന് വന്നു. തീർച്ചയായിട്ടും വരേണ്ടത് തന്നെയാണ്. വീടില്ലാത്തവർക്ക് വീട് ഇല്ലാത്തവരൊരു വിഷമം മനസ്സിലാക്കിയിട്ട് ഇതാണ് ശരിയായ പ്രവർത്തനം കണ്ടറിഞ്ഞ് ഞായറാഴ്ച തിരക്കിനിടയിൽ ഏറ്റവും പ്രാധാന്യം അർപ്പിക്കുന്ന ചടങ്ങ്. തിരക്കല്ല ഇവിടെ പ്രധാനം. അതിനെത്തി വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് മെമ്പർ, മറ്റു പല വ്യക്തികളും എല്ലാവരും ഇവിടെ എത്തി നല്ലൊരു കർമ്മത്തിന് ഈ ഞായറാഴ്ച എല്ലാം മാറ്റിവെച്ച് വന്നു. പ്രത്യേകം നല്ല മനസ്സുള്ളവരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഓടിയെത്തും മുമ്പിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ചടങ്ങിന് ആശംസ അറിയിക്കുന്നത് ബഹുമാന്യനായ വില്ലേജ് ഓഫീസർ ശ്രീ മനോജ് സാറാണ്. പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബോച്ചെ, നമ്മുടെ കോഴിക്കോട് വരെ പോയിട്ട് ബോച്ചയെ കാണാൻ പറ്റാതെ ഒരു ചേച്ചി താണ്ട് ഇവിടെ കുണ്ട്രയിൽ ബോച്ചയെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ശ്രമിക്കാം. ചേച്ചി ചെയ്യാം. ചെയ്യാം. അപ്പോൾ കോഴിക്കോട് നിന്നൊരു ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് കോഴിക്കോട് വരെ പോയി. ആണോ, എഴുതിയോ? കോഴിക്കോട് വരെ കാണാൻ പോയില്ലേ? ഇപ്പൊ കാണിക്കാം. ഇവിടെ നിൽക്കില്ലയോ? ബോച്ചേട്ടന് നേരിട്ട് പറയാം. പറഞ്ഞോ? ചേച്ചിയുടെ എന്താ പ്രശ്നം? എന്നോട് പറഞ്ഞില്ലേ? അത് നമുക്ക് അവിടെ വന്ന് ഷൂട്ട് ചെയ്യാം. അതായത് അവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്നതല്ല. സാധനം ഉണ്ടെന്നേ ഉള്ളു, പണിയറിയത്തില്ല.